റീൽസിനു വേണ്ടി എന്തും ആളുകൾ ചെയ്യുന്ന കാലമാണല്ലോ ഇത്. സാധാരണ രാഷ്ട്രീയ വാർത്തകളാണ് കൂടുതൽ പറയുന്നതെങ്കിലും ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. റെയിൽവേ ട്രാക്കിൽ മലർന്നു കിടന്നുകൊണ്ട് ട്രെയിനിന്റെ അടിവശം ചിത്രീകരിക്കുന്ന സാഹസികത, കുന്നിന്റെ മുകളിൽ കയറി നിന്ന് കൈവിട്ട് കളിക്കുന്ന സാഹസികത, ഇതൊക്കെ പലപ്പോഴും ജീവൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ അപകടങ്ങളിൽ കലാശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റീൽ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിസാഹസികമായ റീൽ വാർത്തകൾ. ട്രെയിനിന്റെ ഡോറിൽ നിന്നുള്ള സാഹസികത, കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കൈവിട്ട് കളി, അതൊക്കെ കൈവിട്ട കളിയായി തീർന്നിട്ടുമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ റീലുകൾ ചിത്രീകരിക്കുക, അതൊക്കെ ചിലപ്പോൾ കൗതുകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാഹസികത കാണിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി, സറ്റയറായിട്ടൊക്കെ ചെയ്യുന്നതാകാം. ഇതിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വലിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു യുവതി ഒരു വലിയ പാഴ്സലും കൊണ്ട് ഒരു കൊറിയർ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ പാഴ്സല് ചാക്ക് കെട്ട് വളരെ വലുതാണ്, വെയിറ്റുമുണ്ട്. അപ്പൊ ചാക്കിനുള്ളിൽ എന്താണ് എന്ന് അവിടുത്തെ ജീവനക്കാർ ചോദിച്ചു. അപ്പോൾ ഈ യുവതി ഒരിക്കലും ചാക്ക് കെട്ട് തുറക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ കൂടാതെ ഇതെല്ലാം മൊബൈലിൽ ചിത്രീകരിക്കുന്നു. ആരൊക്കെയെന്ന് വെച്ചാൽ ഈ യുവതിയുടെ ഭർത്താവ് ചിത്രീകരിക്കുന്നുണ്ട്, ഭർത്തൃ സഹോദരൻ, ഭർത്തൃമാതാവ്, അങ്ങനെ തുടങ്ങിയ ബന്ധുക്കളൊക്കെ ഈ യുവതിക്കൊപ്പമുണ്ട്. അവരൊക്കെ ഇതൊക്കെ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കൊറിയർ സ്ഥാപനത്തിലെ സ്റ്റാഫ് പറഞ്ഞു ഇത് പൊതി ഒന്ന് അഴിച്ചു നോക്കണം. അങ്ങനെ അഴിച്ചു നോക്കാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അഴിച്ചു നോക്കിയപ്പോൾ ആ ചാക്ക് കെട്ടിൽ നിന്ന് ഒരു വന്യവയോധികൻ ഇങ്ങനെ പുറത്തു വരികയാണ്. ഒരുപക്ഷെ എങ്കിൽ എക്സ് വീഡിയോ ഇല്ലേ, നമ്മുടെ ഇലോൺ മസ്കിന്റെ എക്സ്, അതിനകത്ത് ഈ വീഡിയോ വന്നിട്ടുണ്ട്. ചില ആളുകൾ വിമർശന ബുദ്ധിയായി ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു വയോധികനാണ് ഈ ചാക്ക് കെട്ടിനകത്തുള്ളത്. അപ്പോൾ അവിടെയുള്ള കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരാകെ ഭയന്നു. അവരുടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നപ്പോഴും യുവതി ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈദ്, അതായത് പരിശുദ്ധ റമസാൻ വരുന്നു, അതുപോലെ തന്നെ പ്രാദേശിക ഉത്സവങ്ങൾ, ആ സമയത്ത് അവർക്ക് എന്താണ് ട്രെയിനിലും ബസ്സിലും ഒന്നും ടിക്കറ്റുകൾ തരപ്പെടുന്നില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആളുകളെ ഇങ്ങനെ കൊറിയർ കയറ്റി വിടുന്നത് പോലെ ഒരു സറ്ററിക്കൽ റീൽ എടുക്കാനായിരുന്നു അത്ര ഇവരുടെ ശ്രമം. ആലോചിച്ച് നോക്കുക. ഈ യുവതി ചെയ്തത് ഭർത്തൃ വീട്ടുകാരുടെ സഹായത്തോടെ സ്വന്തം പിതാവിനെ പാഴ്സൽ ചെയ്യാനാണ് ശ്രമിച്ചത്. ഇങ്ങനെ ഒരു കടുങ്കൈ ആരെങ്കിലും ചിന്തിക്കുക പോലും ഇല്ല. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് റീലായി വന്നു കഴിഞ്ഞാൽ അത് ഭീകര ചർച്ചയൊക്കെ ആകും, വൈറലാകും. ആ യുവതിക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും, കുറച്ചധികം കാശും ഒരു പക്ഷേ എങ്കിൽ കിട്ടിയെന്നിരിക്കും. എങ്കിലും ഇങ്ങനെ സ്വന്തം പിതാവിനെ കൊറിയർ ചെയ്യുക, സ്വന്തം പിതാവിനെ പാഴ്സൽ ചെയ്ത് അയക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആലോചിച്ച് നോക്കുക. ഒരു കത്തോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സാധനമോ ആണെങ്കിൽ പോലും അത് കൊറിയർ ചെയ്യുമ്പോൾ ഇത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിക്കഴിയുന്നവരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും, ഇല്ലേ? അത് പൊട്ടിപ്പോയോ, അല്ലെങ്കിൽ അത് ഫ്രജൈലാണെങ്കിൽ അത് പൊട്ടിപ്പോകുമോ, അത് കൃത്യമായി തന്നെ ആളുകളുടെ കയ്യിൽ കിട്ടിയോ എന്നൊക്കെ. ഈ പാഴ്സലൊക്കെ എടുത്തെറിയുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചാക്കുകെട്ടൊക്കെ വലിച്ച് എറിയുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്വന്തം അപ്പനെ ഇങ്ങനെ ഒരു ദുർവിധിക്ക് തള്ളിവിടുക എന്ന് പറയുന്ന ആ യുവതിയുടെ മനസ്സ് അതിഭീകരമാണ്, ക്രൂരമായ മനസ്സാണ്. പോലീസ് പിന്നെ മാപ്പ് എഴുതി വാങ്ങി. മാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അച്ഛനോട് ഇങ്ങനെ ക്രൂരത കാണിച്ചതിൽ മാപ്പ് എഴുതി വാങ്ങി, മാപ്പ് പറയിച്ചു. ഇനിമേൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന ഉറപ്പിന്മേലാണ് യുവതിയെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്നും ഇത്തരത്തിലൊന്നും റീലൊന്നും എടുക്കാൻ ശ്രമിച്ചേക്കരുത്. ഈ റീൽ എടുക്കരുതെന്നല്ല, റീൽസൊക്കെ വേണം, റീൽസും ഷോർട്ട് വീഡിയോ ഒക്കെ വേണം. നിങ്ങളുടെ വരുമാനം കൂട്ടണം, നിങ്ങളുടെ ആരാധകരെ കൂട്ടണം, ഫോളോവേഴ്സിനെ കൂട്ടണം, അതൊക്കെ വേണം. പക്ഷെ ഇമാതിരിയുള്ള അപകടകരവും മറ്റുള്ളവനെ ദ്രോഹിക്കലും സ്വന്തം അപ്പനെ പാഴ്സൽ അയക്കാനുള്ള സംവിധാനവും ഒക്കെ അതൊക്കെ ചെയ്ത് ആളെ കൂട്ടാമെന്നൊക്കെ വിചാരിക്കുന്നത് തീരെ തരംതാണ ഏർപ്പാടാണ്. മനുഷ്യർക്ക് യോജിച്ച നടപടിയല്ല. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംഭവം നിങ്ങളുമായി പങ്കുവച്ചത്.